അതിപ്പോൾ നമ്മളെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു വിസ സ്കീമിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഓക്കെ, ഇതല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഡെൻമാർക്കിലേക്ക് ഉണ്ടോ, മറ്റേതെങ്കിലും വിസ സിസ്റ്റം? ഇപ്പൊ എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലെ പല കാറ്റഗറിയിലുള്ള വിസകളുണ്ട്. അതിൽ നമുക്ക് കുറച്ച് സാധ്യതകളുള്ള വിസ എന്ന് പറഞ്ഞാൽ ഒന്ന് പേ ലിമിറ്റ് സ്കീമും രണ്ട് പോസിറ്റീവ് ലിസ്റ്റുമാണ്. പേ ലിമിറ്റ് സ്കീം എന്ന് പറഞ്ഞാൽ ഡെൻമാർക്കിലെ 32,000 ക്രോൺ മിനിമം സാലറി കിട്ടുന്ന തരത്തിലുള്ള ജോലികൾ. 32,000 മുകളിലേക്ക് സാലറി കിട്ടുന്ന ജോലിക്ക് നമുക്കൊരു കമ്പനിയിൽ നിന്ന് ഒരു ഓഫർ കിട്ടിയാൽ ആ ജോലികൾ അതിന് നമുക്ക് വിസ കിട്ടാൻ എലിജിബിൾ ആണ്. അതാണ് പോസിറ്റീവ് ലിസ്റ്റ്. അപ്പോൾ അവിടെ വേറെ റിക്വയർമെൻ്റ് ഒന്നുമില്ല, നമുക്ക് നേരെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, ആ കമ്പനിയിൽ ജോലിക്ക് ജോയിൻ ചെയ്യാം. രണ്ടാമത് പോസിറ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സെക്ടറിൽ ജോലിക്കാരുടെ ഒരു ഷോർട്ടേജ് ഉണ്ടെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു 6 മാസത്തിലൊരിക്കൽ ആ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യും. ആ ലിസ്റ്റിലുള്ള കാറ്റഗറിപ്പെടുന്ന ലിസ്റ്റിലുള്ള ജോലികൾക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടുത്തെ ഡെൻമാർക്കിലൊരു മിനിമം സാലറി അവർ ഓഫർ ചെയ്താൽ പോലും ആ വിസയ്ക്ക് നമ്മൾ എലിജിബിൾ ആവും. അതാണ് പോസിറ്റീവ് ലിസ്റ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ പറഞ്ഞപ്പോൾ നമുക്ക് ഇലക്ട്രീഷ്യന്മാർ അല്ലെങ്കിൽ ഈവൻ ബാർബർമാർ അങ്ങനെയുള്ള അല്ലെങ്കിൽ ലാബ് അസിസ്റ്റന്റുമാർ ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം പോസിറ്റീവ് ലിസ്റ്റാണ്. നേഴ്സിംഗ് അസിസ്റ്റന്റുമാർ ശരിക്കും പോസിറ്റീവ് ലിസ്റ്റാണ്, പക്ഷെ അവർക്ക് ഈ ഓതറൈസേഷൻ റിക്വയർഡ് ആണ്. ഓതറൈസേഷൻ ആവശ്യമുണ്ട്. ഓതറൈസേഷൻ മേടിച്ചേ പറ്റുള്ളൂ. അത് നേഴ്സുമാരും പോസിറ്റീവ് ലിസ്റ്റാണ്, നേഴ്സിംഗ് അസിസ്റ്റന്റുമാരും പോസിറ്റീവ് ലിസ്റ്റാണ്, പക്ഷെ ഇവർക്കെല്ലാം ഈ ഓതറൈസേഷൻ ആവശ്യമാണ്. ഇതിനകത്ത് കുറച്ച് എഞ്ചിനീയറിംഗ് ജോബ്സും അതുപോലെ തന്നെ കുറെ ടെക്നിക്കൽ വെൽഡിംഗ് അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള കുറെ ജോബുകൾ നമ്മൾ പോസിറ്റീവ് ലിസ്റ്റിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ നമുക്ക് ആ ലിസ്റ്റ് വേണമെങ്കിൽ പറയാം. കുറെ ലിസ്റ്റുകളുണ്ട്. ഷോ ചെയ്യാം, ഞാൻ സ്ക്രീനിൽ ഷോ ചെയ്യുന്നു. അപ്പൊ സംഭവം വെച്ചാൽ കുറെ ജോബുകൾ ഈ പോസിറ്റീവ് ലിസ്റ്റിലുണ്ട്. ഇതിനകത്ത് ഒരു എംപ്ലോയർ നമുക്കൊരു ഓഫർ തരുവാണെങ്കിൽ മിനിമം സാലറി പോലും ഇല്ലെങ്കിൽ നമുക്ക് ഒരു മിനിമം സാലറി മതി. അതായത് ഗവൺമെന്റ് പറയുന്ന ഒരു മിനിമം സാലറി ഉണ്ടല്ലോ, ആ സാലറിയിലുള്ള ഒരു ഓഫർ ലെറ്റർ കിട്ടിയാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അതിപ്പോ നമ്മള് ആ ഒരു സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരും, ലീവ് കിട്ടും, അല്ലെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ പോസിറ്റീവ് ലിസ്റ്റ്. അതായത് നമുക്ക് ഓഫർ ലെറ്റർ ഉണ്ടെങ്കിൽ ആ ഓഫർ ലെറ്ററിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വിസ കിട്ടും. അങ്ങനെയാണ്. അതെ, ഓക്കെ. അപ്പോ അതൊരു നല്ലൊരു കാര്യമാണ്. പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ലിമിറ്റ് സ്കീമും ഇതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നല്ല ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനി ഒരു സാലറി തരുവാണ്, ഇവിടെ ലിമിറ്റ് വെച്ചിട്ടുണ്ട് പേ ലിമിറ്റ് സ്കീമിനകത്ത്. ആ ലിമിറ്റിന്റെ മേലൊരു സാലറി നിങ്ങൾക്ക് തരുവാണെങ്കിലും സെയിം ഇതന്നെ പോസിറ്റീവ് ലിസ്റ്റിൽ എങ്ങനെയാണോ അതേപോലെ നിങ്ങൾക്ക് ഡെൻമാർക്കിലേക്ക് എത്താൻ പറ്റും. ഡെൻമാർക്കിൽ അവസരങ്ങളുണ്ടല്ലോ, പക്ഷെ അതേപോലെ ചില ജോബ്സിന് മാത്രമാണ് ഈ ഓതറൈസേഷൻ നിർബന്ധമായിട്ടുള്ളത്. ുള്ള ജോലികൾക്കാണ് ഓതറൈസേഷൻ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഈ പോസിറ്റീവ് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, പോസിറ്റീവ് ലിസ്റ്റിൽ നമുക്ക് ഇത്ര സാലറി വേണം എന്നുള്ള, അതായത് ഈ പറഞ്ഞ പോലെ പേ ലിമിറ്റ് സ്കീം കാര്യമുള്ള സാലറി റിക്വയർമെന്റ് പറയുന്നില്ലെങ്കിൽ പോലും പോസിറ്റീവ് ലിസ്റ്റിലാണ് നമുക്ക് ആ ജോലി കിട്ടുമെന്ന് ചിന്തിക്കുന്ന എന്താണ് നമുക്കങ്ങനെ. അതിന് ലാംഗ്വേജ് പലയിടത്തും ആവശ്യമാണ്, പല ജോലികൾക്കും ലാംഗ്വേജ് റിക്വയർമെന്റ് ഉണ്ട്. എന്നാൽ പോലും ഞാൻ പറഞ്ഞില്ലേ, പബ്ലിക്കുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പല ജോബുകളും അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതൊക്കെ ലാംഗ്വേജ് ഒരു മിനിമം ലാംഗ്വേജ് ആവശ്യമുണ്ടാവും. അതെ. പിന്നെ ഇപ്പൊ നമ്മൾ ഒരു എംപ്ലോയർ അവര് ഹാപ്പിയാണ് നിങ്ങളെ എടുക്കാൻ, അവര് ഹാപ്പി ആണെങ്കിൽ അവർക്ക് ഡിസൈഡ് ചെയ്യാം, ജോലി തരുന്ന ആൾക്ക് ഡിസൈഡ് ചെയ്യാം. തീർച്ചയായിട്ടും. അച്ഛൻ വേറൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നമ്മളിപ്പോ ഈ ഹെൽത്ത് കെയർ സെക്ടർ അല്ലാതെ നമുക്ക് ഈ ഓതറൈസേഷൻ വിസ അല്ലെങ്കിൽ ജോബ് സീക്കർ വിസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റഗറി അവിടെ ഉണ്ട്. ഇതേപോലെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ വന്ന് ജോബ് തിരക്കാനായിട്ട് എന്തെങ്കിലും അവസരമുണ്ട്? അതായത് ഈ പോസിറ്റീവ് ലിസ്റ്റ് തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് സ്കിൽഡ് വർക്കേഴ്സിനുള്ള വിസയും, 2 ഹൈ എഡ്യൂക്കേറ്റഡ് ഹയർ എഡ്യൂക്കേഷൻ ഉള്ളവർക്കും. അത് ആ 2 കാറ്റഗറിയിൽ പെടുന്നതാണ് പോസിറ്റീവ് ലിസ്റ്റ്. പക്ഷെ ജോലി കിട്ടിയാൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഡെൻമാർക്കിൽ നേരത്തെ ഗ്രീൻ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ജോബ് സീക്കിംഗ് വിസ ഉണ്ടായിരുന്നു, പക്ഷെ നിലവിൽ വേറെ വിസകളൊന്നും ഉള്ളതായിട്ട് അറിവില്ല. ഓക്കെ. അപ്പോ ഡെൻമാർക്കിന്റെ ഏകദേശം എന്നല്ല, നമ്മള് എല്ലാ വശവും സംസാരിച്ചു. ഓക്കെ. അതായത് നിങ്ങളിപ്പോ നാട്ടിൽ കാണുന്ന ഏജൻസികളുടെ വീഡിയോസ് കാര്യങ്ങൾ കണ്ട് ഇതിനകത്തേക്ക് എടുത്ത് ചാടുന്നതിന് മുമ്പ് ഈ വീഡിയോ കാണുക,
ഇതാണ് സത്യം. കാരണം അച്ഛൻ ഡെൻമാർക്കിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവിടെ സത്യം അവിടുത്തെ ഞാൻ ഡെൻമാർക്ക് നേരിട്ട് പോയിട്ട് കണ്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ്. അപ്പോ ലാംഗ്വേജ് വർഷങ്ങളായിട്ട് പഠിക്കുന്ന സുഹൃത്തുക്കളെ കണ്ടു. പിന്നെ പോസിറ്റീവ് ലിസ്റ്റ് വഴി കയറി വന്നിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോഴാണ് ഈ അടുത്താണ് ഏജൻസികളുടെ പരസ്യങ്ങൾ വലിയ രീതിയിൽ കൂടിയിരിക്കുന്നത്. അച്ഛൻ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ഇവർക്ക് അവസാനമായിട്ട് കൊടുക്കാനുള്ള ഒരു മറുപടി? അല്ല, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്രയും പറഞ്ഞത് ആരെയും നിരുത്സാഹപ്പെടുത്താനല്ല. നമുക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു പ്രതീക്ഷയായിരിക്കാം ഇത്. അപ്പോൾ നിങ്ങൾ ശ്രമിക്കരുതെന്നല്ല, നിങ്ങൾ ശ്രമിക്കുക, പക്ഷെ കരുതലോടെ ഇതിലേക്ക് ഇറങ്ങുക. കാരണം ഇത്രയും കടമ്പകൾ നിങ്ങൾ കഴിയണം. ഇവിടെ വന്നാലുള്ള ചെലവുകളുണ്ട്. പെട്ടെന്നൊരു പാർട്ട് ടൈം ജോലി കിട്ടിക്കൊള്ളണം എന്നില്ല, കിട്ടില്ല എന്ന് പറയില്ല, കിട്ടിക്കൊള്ളണം എന്നില്ല. പിന്നെ നിങ്ങൾ നേഴ്സായിട്ട് ഒരു ജോലി കണ്ടെത്തി അതിലേക്ക് എത്താനുള്ള ഒരു സമയം, സാഹചര്യം, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇതിലേക്ക് വരാൻ പാടുള്ളൂ എന്നാണ് സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മള് ഒരാൾ ചതിക്കുഴിയിൽ വീഴാതിരിക്കാനാണ് നമ്മൾ പറയുന്നത്. കാരണം വെച്ചാൽ നമുക്കിപ്പോ അറിയാലോ, നമ്മുടെ ചുറ്റും ഒരുപാട് ചതിയന്മാരാണ്. ഒരു കാര്യത്തിന് പല രീതിയിൽ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതെല്ലാം ഡാനിഷ് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കയറി വായിക്കുക, മനസ്സിലാക്കുക, ഒരു ഏജൻസി പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ്. ഓക്കെ, പിന്നെ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ആണെങ്കിലും നമുക്കാണെങ്കിലും നിങ്ങൾ DM ചെയ്യുക, മെസ്സേജ് അയക്കുക. ഞങ്ങളും ക്ലിയർ ചെയ്തു. ഒരു ഏജൻസിക്ക് പൈസ കൊടുക്കുന്നതിന് മുമ്പ്, പൈസ കൊടുത്തിട്ട് ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ദയവ് ചെയ്തിട്ട്. അതെ, നമ്മൾ ഈ ഗവൺമെന്റിന്റെ സൈറ്റിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വായിച്ചാലും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു എല്ലാ ഏരിയയും കവറായി എന്ന് തോന്നുന്നു. വളരെ സന്തോഷം ഈ ഒരു സെക്ഷൻ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് സെക്ഷൻ തന്നതിൽ. തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയാ, ഇങ്ങനെയുള്ള ഇനിയും പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും പുതിയ കാര്യങ്ങളെ കുറിച്ചും ഇനിയും ഇന്റർവ്യൂസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് വരും. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യാം. അച്ഛാ വളരെ സന്തോഷം. അപ്പൊ ഒരുപാട് സന്തോഷം മഹേഷ്. കുറച്ചു പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടട്ടെ. ഒരുപാട് സന്തോഷം. അതെ, കുറച്ചു പേരെങ്കിലും മനസ്സിലാക്കട്ടെ കാര്യങ്ങൾ. വളരെ സന്തോഷം.